ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ് ആഫ്റ്റർ ദിസ് 8-8 പോർട്ടൽ. അപ്പോൾ ഈ ലയൺ പോർട്ടലിന് ശേഷം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇത് പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഈ ഒരു സമയത്ത് വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസോ മാനിഫെസ്റ്റേഷൻസോ റിച്വൽസോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവർക്ക്, അല്ലാത്തവർക്കും ഇത് ബാധകമാണ്. നമ്മൾ ഡയറക്റ്റ് മാനിഫെസ്റ്റേഷൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമ്മുടെ ഉള്ളിൽ ആ സമയത്തുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഇത് ചെയ്തവർക്ക് മാത്രമുള്ളതല്ല, പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടി എന്ന് പറയാം. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇനി പൈൽ നമ്പർ 1, നമ്മൾ ഈ ഒരു തക്കാളിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, ഇതൊരു ചില്ലിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് നമ്മുടെ ചീരയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിങ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 1, ഈ ഒരു 888 അല്ലെങ്കിൽ 888 പോർട്ടൽ, ലയൺ പോർട്ടലിന് ശേഷം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലാത്തവർക്കും ഇത് ബാധകമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളത് പറയുന്നുണ്ടാവുമല്ലോ മനസ്സിൽ, അതൊക്കെ ശരിയായിരുന്നെങ്കിൽ എന്നൊക്കെ. അങ്ങനെയുള്ളതും ഇത് ബാധകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, റീഡിങ്സിലേക്ക് കടക്കാം. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 1. സോ പേജ് ഓഫ് പെൻഡക്കിൾസ്, 10 of swords, 6 of wands, queen of swords, sun, page of cups, wands, ace of wands. Okay, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി, ഫസ്റ്റ് ഓഫ് ഓൾ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി, പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ ഏസ് ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് ബിഗിനിങ്സ്, എല്ലാ എനർജീസിലും നിങ്ങളെ സംബന്ധിച്ച് പെൻഡക്കിൾ, കപ്സ്, വോൺസ് എനർജി ഉണ്ട്. സോഡ് എനർജി ഇല്ല. ഒരു പുതിയ തുടക്കമാണ്. വലിയ ചാലഞ്ചസ് ഒന്നും ലൈഫിൽ ഇല്ലാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ലൈഫിൽ നമ്മൾ പലപ്പോഴും പലതും ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് തന്നെ വരണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഗുഡ് ന്യൂസ് ആണ് സൂചിപ്പിക്കുന്നത്. ഗുഡ് ന്യൂസ് റിലേറ്റഡ് ടു ഫിനാൻസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കരിയർ, ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ്. അതേപോലെ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ്. അപ്പോൾ ജോലി ആയാലും വിദ്യാഭ്യാസമായാലും ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ജോലിയും ആയിട്ട് പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി പലരെയും സംബന്ധിച്ച്. കാരണം ഒരു വരുമാന മാർഗം എന്ന് പറയുന്ന ജോലി, അത് ബിസിനസ് ആയാലും ജോലി ആയാലും, അപ്പം അതിലൂടെയാണ് ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും സാമ്പത്തികം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കാരണം ജോലി ചെയ്താലാണ് സമ്പത്ത് ഉണ്ടാവുക. അല്ലാതെയുള്ള ആളുകളും ഉണ്ട് ഇൻഡയറക്ട്ലി മറ്റുള്ളവരുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തുക്കളാണെങ്കിലും, ഇപ്പോൾ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീണ്ടും അതിനു വേണ്ടിയിട്ട് അതിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടോ മറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെയും ഒരു അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും കരിയറിലും ഫിനാൻസുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ കരിയർ, ഫിനാൻസ് എനർജി സ്ട്രോങ് ആണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ധനം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു പെൻഡിങ് ജോബ് ഓഫറും അല്ല. അതായത് നിങ്ങളിപ്പോൾ ജോബിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ചു, ഇന്റർവ്യൂവിന് വിളിച്ചു, പിന്നെ ഒന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡിലേ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും, ഇത് എഡ്യൂക്കേഷനും ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നമ്മൾ പറയില്ലേ റിസർവേഷനിൽ റിസർവ്ഡ് ആയിട്ടില്ല എന്ന്, ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ, പക്ഷെ അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ നെക്സ്റ്റ് മുമ്പിലുള്ള ആൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കടക്കുന്ന സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നും കേൾക്കാതിരിക്കുന്ന ആളുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യുന്നിട്ട് വേണ്ട എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇനി നടക്കില്ല എന്ന ചിന്തയിലേക്ക് എത്തുന്ന അവർ വിളിക്കുന്നുണ്ടാവാം.
അപ്പോൾ ഇപ്പോൾ ജോലിയിൽ എടുത്ത ആൾ ചിലപ്പോൾ പെട്ടെന്ന് പോയിട്ടുണ്ടാവും, അപ്പോൾ വീണ്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഇന്റർവ്യൂവിൽ നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്നുള്ള രീതിയിലാവാം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ ചില ആളുകൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു കരിയർ വൈസ് പോയിട്ട് നിങ്ങളായിട്ട് അധ്വാനിച്ചായിരിക്കില്ല, ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിറ്റിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, പ്രോപ്പർട്ടി സെയിൽ ചെയ്യാം. നിങ്ങളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി സെയിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പേപ്പർ വർക്ക്സും കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നിങ്ങളുടെ എനർജി വന്നിട്ട് 10 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പം ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ 10 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച് വെച്ചിട്ട് തീരുമാനമാക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തീരുമാനമാകുന്നുണ്ട്. 10 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കംപ്ലീഷൻ ആണ്, ലാസ്റ്റ് നമ്പറാണ് നമ്പർ 10. നമ്മൾ കാർഡ്സിന്റെ ബേസിസിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കംപ്ലീഷൻ ഫേസ് ആണ്, എന്തൊക്കെയോ അവസാനിക്കുകയാണ്, പര്യവസാനിക്കുകയാണ്, ഒരു ഡ്രാമ എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ശ്രമിച്ചു, സഹിച്ചു, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു, ഇനി അത് അതിന്റെ എൻഡിങ് ഫേസ് ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് സ്ട്രോ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു റിലീഫോ ഷോക്കോ ആവാം ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഷോക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതൊരു മാനിഫെസ്റ്റേഷൻ ആകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആണ്, നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ഒന്നും ആയില്ല, ആ റിലേഷൻഷിപ്പ് വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ഷോക്കായിരിക്കും, നിങ്ങൾ ഇത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടെന്ന ഒന്നല്ല. കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ വില മനസ്സിലാക്കാണ്ട് വീണ്ടും ആ വ്യക്തിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഷോക്ക് തന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് നിങ്ങൾ മാനിഫെസ്റ്റേഷനാണ്. ബിക്കോസ് നിങ്ങൾ ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യിക്കാനും പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനും ഉള്ളതാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് റിലീഫാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ ഫൈനലി ഡിവോഴ്സ് സിറ്റുവേഷൻ ആണെങ്കിൽ ഒത്തിരി ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നു, പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിവോഴ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുട്ടി ഉണ്ടാവും. ഇപ്പോൾ കുട്ടിയുടെ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പം എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് രണ്ടുപേരുടെയും പേരിലുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വിദേശത്തായിരിക്കും, ഒരാൾ നാട്ടിലാവും. അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു റിലീഫ് സിസ്റ്റം ആണ്. കാരണം ഇത് എൻഡ് ചെയ്യാണ് ഫൈനലി. ഈ ഒരു അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തീരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളെ മുന്നോട്ടേക്ക് റിലീസാണ് ഇത് സഹായിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്യാണ്. ഇപ്പോൾ പ്രണയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളവരും നിങ്ങൾ റിലീസ് ഒത്തിരി ശ്രമിക്കുന്നുണ്ടാവും, മറക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല, ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഫൈനലി ആ ഡ്രാമ നിങ്ങൾ എൻഡ് ചെയ്യാണ്, നിങ്ങൾ റിലീസ് ചെയ്യാണ്, യു വോക്കിംഗ് അവേ, യു ലെറ്റ് ഗോ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഈ വ്യക്തികളായിരിക്കാം, അവർ വളരെ നാർസിസ്റ്റിക് ആയിരിക്കാം, അവർ വളരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. അവര് വിക്ടിം മെന്റാലിറ്റി, അതായത് അവർ വിക്ടിമാണ്, നിങ്ങളാണ് അവരെ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ച് ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താണ് നിങ്ങൾ ഇവര് പറയുന്ന ഓരോ സമയത്തും നിങ്ങളാണ് സഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ, അതായത് നിങ്ങളാണ് ഇര എന്ന് മനസ്സിലാക്കാതെ അവരാണ് ഇര എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കുകയാണ്, നിങ്ങളാണ് ഇവിടെ വിക്ടിം, അവര് വിക്ടിമായിട്ട് അഭിനയിക്കുകയാണെന്നുള്ളത്. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു. അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് വൺസ് എനർജിയാണ്. ഈ ഒരു എനർജി, ഈ ഒരു 6 ഓഫ് വൺസ് എനർജി എന്ന് പറയുമ്പോൾ വിക്ടറിയാണ്, സക്സസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ ഒരു വിക്ടറി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വിജയം എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാം നമ്മൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല നടക്കുന്നത്, ആഗ്രഹിച്ച സമയത്തും ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ടൈമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത വർക്കിന്, നിങ്ങളുടെ ഹാർഡ് വർക്കിന് പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ യു ആർ ഷൈനിങ്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. പൊതുവെ നമ്മൾ പലരും അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, അതിനനുസരിച്ചിട്ട് പണിയെടുത്താൽ അതിനുള്ള ഫലം കിട്ടുന്ന ആളുകൾ പറയും. ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം കിട്ടുന്ന ചില സിറ്റുവേഷനിൽ പറയുമ്പോൾ ആളുകൾ പറയാണ്ട്, അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ, ഹാർഡ് വർക്ക് ചെയ്താൽ ഫലം കിട്ടുമല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഹാർഡ് വർക്ക് ചെയ്തത് എത്ര ആളുകൾ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും എത്ര നാളുകളായിട്ട് കഷ്ടപ്പെടുന്നു, അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇതുവരെ അതിന് ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളത്.
ഹാർഡ് വർക്ക് ചെയ്തു എന്നതുകൊണ്ട് ഫലം ലഭിക്കണം എന്ന് നിർബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന്റെ ഫലം ലഭിക്കുന്ന സമയമാണ്, നിങ്ങളുടെ കർമ്മയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ജനിച്ചിട്ടുള്ള ടൈം, ഇപ്പോൾ സാറ്റർഡേ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ 8 o'clock ജനിച്ചിട്ടുള്ളവർ, അതേപോലെ 8-ാം തീയതി, 8 മാത്രമല്ല 26-ാം തീയതി ആണെങ്കിൽ ഇപ്പോൾ 2 + 6 8 ആണ്. 17th ജനിച്ചിട്ടുള്ളവർ 1 + 7 8 ആണ്. അങ്ങനെ ഉള്ള സമയത്ത് ജനിച്ചിട്ടുള്ളവർ, 8ാമത്തെ മാസത്തിൽ ജനിച്ചിട്ടുള്ളവർ, അങ്ങനെ 8 നമ്പേഴ്സ് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ കർമ്മയുടെ ടൈമാണ്. കർമ്മ അതിനുള്ള ഫലം, നിങ്ങളുടെ സ്പെഷ്യൽ അക്നോളജ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ചുറ്റിനുള്ളവരെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചില അവാർഡ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ജോലിയിലായാലും കോളേജിൽ, സ്കൂൾ, എല്ലാ കാലഘട്ടത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി, ക്യൂൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ വളരെ അധികം എന്താണ്, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ട്, നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പുറകോട്ടേക്ക് വലിക്കുന്നു. അല്ലെങ്കിൽ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, അവരിങ്ങനെ ചിന്തിച്ചില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞില്ല. അതല്ല, നിങ്ങളെ ആദ്യം റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതിലേക്കാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇവിടെ. പലപ്പോഴും പലരും മറ്റുള്ളവർ അത് ചിന്തിച്ചില്ല, പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. കാരണം ഇവിടെ സെൽഫ് റെസ്പെക്ട് അനിവാര്യമാണ്. സ്വയം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുക. കാരണം ഇവിടെ പറയുന്നത് യു ഡിമാൻഡ് റെസ്പെക്ട്, യു കമാൻഡ് റെസ്പെക്ട്. കാരണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു കൊടുക്കുന്ന നമ്മളുടെ ശരീരഭാഷ വെച്ചിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്, ഇവർക്കൊക്കെ ഇത്രയും മതി എന്നുള്ളതാണ്. മറിച്ച് അങ്ങനെയല്ല. ഐ നീഡ് റെസ്പെക്ട്. എനിക്ക് ആസ് എ ഹ്യൂമൻ, ഇപ്പൊ ചില ആളുകൾ പറയും റെസ്പെക്ട് വർക്കിലൂടെയാണ്. ഓക്കെ, ചെയ്യുന്ന വർക്കിലൂടെയുള്ള റെസ്പെക്ട് ഉണ്ടാവും. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഓരോ അണുവിനും അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് വേണം, ഒരു ഇൻഡിവിജ്വലിന്. ആ റെസ്പെക്ട് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഫഷണലി റെസ്പെക്ട്. അത് പലതരത്തിൽ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിട്ടും അപ്രീഷിയേറ്റ് ചെയ്തും അവാർഡ്സും. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മറ്റൊരു വ്യക്തി റെസ്പെക്ട് ചെയ്യേണ്ട റെസ്പെക്ട് ഇവിടെ അനിവാര്യമാണ്. അത് നിങ്ങൾ കമാൻഡ് ചെയ്യാണ്, എനിക്കത് വേണം എന്നുള്ളത്. ആദ്യം നിങ്ങൾ സെൽഫ് റെസ്പെക്ട് പഠിക്കുക. നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തയിടത്തേക്ക് പോകാതിരിക്കുക. അത് റിലേഷൻഷിപ്പിൽ ചിലയിടങ്ങളിൽ നിങ്ങൾ പോവും, ചിലയിടത്ത് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും ചില ആളുകൾ, ഇനി ഇൻവൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വലിയൊരു വിലയൊന്നും ഇല്ലാത്തതായിട്ട് അവർ വന്നു ആ ഒരു ലെവലിലാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചുകൊണ്ട് മാത്രം വന്നതാണ്, കുറച്ച് തിരക്കുണ്ട്, ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ തീരുമാനിക്കുക. സെൽഫ് റെസ്പെക്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവരും നിങ്ങളിലേക്ക് റെസ്പെക്ട് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ദേ ആർ നോട്ട് ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് ആരാണോ റെസ്പെക്ട് തരുന്നത് അവിടെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്, പലരും അത് ചെയ്യുന്നു എന്നുള്ളതാണ്. സൺ കാർഡാണ്. ഇത് മാനിഫെസ്റ്റിംഗ് ഹാപ്പിനെസ് എന്ന് നമുക്ക് പറയാം. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൺ എനർജി കോൺഫിഡൻസ് ആണ്. അതേപോലെ ചില ആളുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പ്രഗ്നൻസി ആയിരിക്കും. ഇപ്പൊ ഇതൊരു ആഘോഷമാണ്. അപ്പോൾ ഒരു പ്രഗ്നൻസി മാനിഫെസ്റ്റേഷൻ ആവാം, നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻ ആവാം, നിങ്ങൾ ആഗ്രഹിച്ച പ്രഗ്നൻസി വരുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം. പീസ് ആൻഡ് കണ്ടന്റ്, സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം. പിന്നെ ചില ആളുകൾക്ക് സൗഹൃദം മാനിഫെസ്റ്റ് ചെയ്യുന്നതാവും. നിങ്ങളുടെ സുഹൃത്തുക്കള്, സൗഹൃദം, സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. കോൺഫിഡൻസ്, ആത്മവിശ്വാസം മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ലാസ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. സോ ഈ ഒരു എനർജി, പേജ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് ബാലിഷമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ആളുകൾ. കാരണം നിങ്ങൾ പറയുമ്പോൾ അതിൽ വലിയ കാര്യമില്ല എന്ന് പറയുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആണ്, എല്ലാം ഓവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ നിങ്ങൾ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബാലിഷമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ ലൈറ്റർ സൈഡ് മനസ്സിലാക്കുകയാണ്. ജീവിതം എപ്പോഴും വലിയ സീരിയസ് ആയിട്ട് ഇരുന്നാൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. ലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ലൈറ്റ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ഉള്ളിലെ ദയയും ദാക്ഷിണ്യവും കാരുണ്യവും ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ്. പ്രകൃതി, പ്രപഞ്ചം, ഇതൊക്കെ നിങ്ങൾക്കറിയുന്നത് പോലെ മറ്റുള്ളവർ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ലൈഫിൽ പറയുകയാണെങ്കിൽ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രത്തോളം പക്വതയുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. യു ആർ മാനിഫെസ്റ്റിംഗ് ദാറ്റ്. ഓക്കെ, മെയിൻ തീം വന്നിട്ട് നമ്മുടെ ഏസ് ഓഫ് വോൺസ് എനർജിയാണ്. സോ ഏസ് ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ
ആഗ്രഹിച്ച് പലതും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ ഇത് കാണാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുതിയ ജോലി, പുതിയ വർക്ക്, പുതിയ പ്രൊജക്ട്, പുതിയ ഐഡിയാസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പുതിയ ഫണ്ടിങ്ങിന് വേണ്ടി വരും. അപ്പോൾ നല്ല രീതിയിൽ പിച്ച് ചെയ്യാൻ പറ്റുക, നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക. അത് ഈ ഒരു ബിസിനസ്സിൽ മാത്രമല്ല, ചില പാരൻസും കുട്ടികളും തമ്മിൽ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ വളരെ പാടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്ര പോകാനോ, മറ്റെന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുന്നതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പൈൽ നമ്പർ 1 എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ പൈൽ നമ്പർ എന്താണ്, പൈൽ നമ്പർ 2ലേക്ക് നമുക്ക് കിടക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ 888 പോർട്ടലിന് ശേഷം എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഈ 888 പോർട്ടലിന് ശേഷം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒന്നും ട്രൈ ചെയ്തില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അത് ലഭിക്കുമോ, അത് കിട്ടുമോ? ഈശ്വര, ഭഗവാനെ, അല്ലാഹ്, യേശു, എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രപഞ്ച ശക്തിയോട് ചോദിക്കുന്നുണ്ടാവാം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see pile number 2. Pile number 2. Wheel of Fortune, beautiful energy. 9 of Pentacles. 4 of Cups. Knight of Wands. 2 of Cups. Ace of Pentacles. 3 of Swords. ഓക്കെ, നിങ്ങളുടെ മെയിൻ തീം 3 of Swords ആണ്. ലെറ്റ്സ് സീ. എന്തായാലും മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ്. 3 വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പ്രോസ്പെരിറ്റിയാണ്. ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ചില്ലിയാണ്. ലൈഫിൽ കുറച്ച് എരിവും പുളിയും എരിവും മുളകും ഒക്കെ ആവശ്യമാണ്. എപ്പോഴും നമ്മൾ മധുരം മാത്രം കഴിച്ചാൽ കൊള്ളില്ലല്ലോ. ജീവിതത്തിന്റെ എല്ലാ ടേസ്റ്റും അനുഭവിക്കാം. അത് നെഗറ്റീവ് ആണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയിലേക്ക്, ആ എനർജിയിലേക്ക് നമ്മൾ ചില്ലി എനർജിയിലേക്ക് കൂടുതലായിട്ട് വരാം. നെഗറ്റീവ് എനർജീസ് ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇപ്പോഴേ പോകേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എല്ലാ ആസ്പെക്ട്സിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ആസ്പെക്ട്സിലുള്ള മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേപോലെ ഒരേ സമയത്ത് ഒരേ രീതിയിലൊന്നും ആയിരിക്കില്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ദിശയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീൽ ചേഞ്ച് ചെയ്യാണ് എന്ന് പറയുന്നത് ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഏത് രീതിയിലാണോ അതിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് വീല് ചേഞ്ച് ചെയ്യാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം തരുന്ന കാര്യങ്ങളിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടിരിക്കുന്നത്. കാരണം അടുത്തിടയ്ക്കൊക്കെ ഒത്തിരി പെസിമിസ്റ്റിക് ആയിരിക്കാം, ശുഭാപ്തി വിശ്വാസം തീരെ ഇല്ലാത്ത ഒരു രീതിയായിരിക്കാം. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറുകയാണ് നിങ്ങൾ. അതേപോലെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങളുടെ ലക്ക് വളരെ ഇതായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭാഗ്യത്തെ മുൻനിർത്തി നീങ്ങാൻ പറ്റുന്ന സമയമാണ് എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇതിനി എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. എന്തെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം നമ്മൾ പറയില്ല. ഇപ്പൊ ഡോക്ടർമാർ ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ് എല്ലാം അവരുടെ ഭാഗം ചെയ്തു, ഇനി ബാക്കി ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയുന്ന ആ ഒരു രീതിയിലെ ഭാഗ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു, ബാക്കി ഇനി ലക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ കയ്യിൽ എന്ന ചിന്തയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വളരെ തീരെ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസിനെ പോലും നിങ്ങളുടെ
ഫേവറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ ഏത് തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ദിശയിലാണെങ്കിൽ പോലും അതിനെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ദിശയിലേക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന അത്രയും ഭാഗ്യമുള്ള സമയമാണ്. അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ നിങ്ങളുടെ മനസ്സിലില്ല. കുറച്ച് മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പെസിമിസത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ ഭാഗ്യം നിറഞ്ഞ് വിളയാടുന്ന സമയമാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ, അതായത് കുറച്ച് ഭാഗ്യമൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കാവുന്ന സമയമാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് വളരെയധികം ക്ലിയർ വോയൻസ് ഉള്ള സമയമാണ്. ഇൻറ്റ്യൂഷൻ വളരെ ഹൈറ്റൻഡ് ആയിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. പലതും ദീർഘവീക്ഷണം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മുടെ അവബോധ മനസ്സിന്റെ ഉള്ളിൽ പല കാര്യങ്ങളും കാണാൻ പറ്റും. അതിനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ സമയമാണ്. കാരണം നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതേപോലെ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സോ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് പോകാവുന്ന സമയമാണ്. ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം പറയുകയാണെങ്കിൽ 9 ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു ടൈം പീരീഡ് ലക്ഷറിയാണ്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചിട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു ജോലിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടലിൽ പോവുക എന്ന് പറയുന്ന ഒരു ലക്ഷറിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഒരു വിദേശത്തൊരു ടൂറ് പോവാൻ, ഒരു വെക്കേഷന് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു ലക്ഷറി ആണ് എങ്കിൽ ആ ഒരു ലക്ഷറി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ലക്ഷറി, ആ ഒരു ലെവലിലുള്ള ലക്ഷറിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ചുരുക്കം പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു വീട് എന്ന് പറയുന്നത്, കാരണം ഒരു വാടക വീട്ടിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നു എന്ന് പറയുന്നതെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറഞ്ഞൊരു ലക്ഷറി തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ലക്ഷറി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്. അതല്ല, ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വീടുണ്ട്, ചിലപ്പോൾ പഴയ വീട് നിങ്ങളുടെ പാരൻസ് പണിതായിരിക്കും, ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ വീട്. ആ ഒരു വീട് നല്ല രീതിയിൽ പുതുക്കി പണിയുക, റീഡെക്കറേറ്റ് ചെയ്യുക, അതായത് വീണ്ടും പുതുക്കി പണിയുക, ഒരു മുറി എക്സ്ട്രാ എടുക്കണമെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ വീടിനകത്ത് ചെയ്യാൻ പറ്റുന്ന, വീട് കുറച്ചുകൂടി മൂടി പിടിപ്പിക്കുക, സുന്ദരമാക്കുക. ചില ആളുകൾ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ, പഴയ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുക, പുല്ലൊക്കെ പിടിപ്പിക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും. റീഡെക്കറേറ്റ് ചെയ്യുക, റീ അറേഞ്ച് ചെയ്യുക, അതൊക്കെ കാണാൻ അടുക്കളയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അടുക്കള മൊത്തത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. അതിൽ സെറ്റപ്പ്, അതിൽ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കുറച്ചുകൂടി ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റുന്നുണ്ട്. അത് ആ ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം, വീട് ഉൾപ്പെടെ കുടുംബ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ അതിനുള്ള ഒരു അവസരം, അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷറി ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. കാരണം അത് നിങ്ങളുടെ ലോകത്ത് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. ചില ആളുകളെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കുന്നവര്, ഇതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇന്ന് വരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിരിക്കും അവിടുത്തെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ. അതിന് പല പല കാരണങ്ങൾ ഉണ്ടാവും. അതും നിങ്ങൾ ഇതോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് പലതും അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. അതായത് നിങ്ങളാണ് അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ് നിങ്ങൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ വീട് മോഡിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ച് അതൊരു ലക്ഷറിയാണ്. കാരണം അവരെ മറ്റ് പലരുടെ അനുവാദം ചോദിക്കേണ്ടി വരും പലതും ചെയ്യണമെങ്കിൽ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കാണിക്കുന്നുണ്ട് അവിടെ. അത് ഒരു എനർജി. അതേപോലെ തന്നെ 4 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി പറയുകയാണെങ്കിൽ, ഈ 4 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട് എന്തോ ഒരു കാര്യം.
പലരെയും സംബന്ധിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു ചിന്ത എന്ന് പറയാം. എല്ലാവർക്കും ഒരുപോലുള്ള കാര്യങ്ങളായിരിക്കില്ലല്ലോ വിഷമം നൽകുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ല ലെവലിലുള്ള സാമ്പത്തികം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് അത് സന്തോഷമാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ സാമ്പത്തികം നല്ലതായിരിക്കും, ആയുസ് അല്ലെങ്കിൽ ഹെൽത്ത് വെച്ച് പ്രശ്നം ഉണ്ടാവും, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെ ഓരോ രീതി. അവരെ സംബന്ധിച്ച് സമ്പത്തായിരിക്കില്ല വേണ്ടുന്ന കാര്യങ്ങൾ. ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ജീവിതത്തിൽ നിരാശരാണെന്നുള്ളതാണ്. അപ്പൊ ആ നിരാശയ്ക്കുള്ള കാരണം എന്താണോ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള നിരാശയ്ക്കുള്ള കാരണം എന്താണോ ആ ഒരു കാരണം അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു. ഏത് കാരണത്താലാണോ നിങ്ങൾ ജീവിതത്തിൽ നിരാശരായിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ നിരാശയിൽ നിന്ന് മാറി നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ഈ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അറിയുന്നില്ല എവിടെ എന്ത് ചെയ്താൽ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളത്. നിങ്ങൾ നല്ലൊരു സുഹൃത്തിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സുഹൃത്ത് ആര് വേണമെങ്കിലും ആകാം, സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ അതൊരു നിങ്ങളോട് അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കണമെന്നില്ല, നിങ്ങൾ കേൾക്കുന്ന എന്തെങ്കിലും വചനമായിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇൻസ്പയർ ആവുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വീഡിയോ എവിടെയെങ്കിലും കേട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാചകം കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ സ്ലോലി പതുക്കെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയും ആവാം. എന്തായാലും നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ള സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈഡ് സിറ്റുവേഷനിലേക്ക് മാറുന്നു. റിലേഷൻഷിപ്പിലെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളിൽ ബോർഡമുള്ളവർ അതിൽ നിന്ന് മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഒരു ഇൻസ്പിറേഷനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫെയ്ത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. വിശ്വാസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറച്ച് നാളുകളായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിശ്വാസത്തെ തിരിച്ചു പിടിക്കുകയാണ്. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി, ഈ ഒരു നൈറ്റ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പലരും പലരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലാണ് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പ്രൊക്രാസ്റ്റിനേഷനാണ്. അതായത് എന്തിലെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ ഒരു സംശയമാണ്, വേണമോ വേണ്ടയോ. അപ്പോൾ ഈ ഒരു എനർജി മുമ്പിലൊരു തടസ്സം അല്ലെങ്കിൽ ഇവിടെ ഒരു തടസ്സം എന്നുള്ള രീതിയിൽ ഒരു വ്യാളി അവിടെ ഉള്ളതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു ഡ്രാഗൺ ഇവിടെ ഇരിക്കുന്നത് ഇതൊരു തടസ്സത്തെ ഏത് രീതിയിൽ കാണും, എങ്ങനെ കാണും എന്നതിനനുസരിച്ചിട്ടാണ് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു വോണ്ട് ഉണ്ട്. ആ വോണ്ടിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്, അത് ഉപയോഗിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്, യുവർ മൈൻഡ്. ഇപ്പോ വെയിറ്റ് ചെയ്യേണ്ട, നോ മോർ വെയിറ്റിംഗ്. ഇനി മുന്നോട്ടേക്ക് പോകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ബൂസ്റ്റ് ഓഫ് എനർജി ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ. ആ ഒരു എനർജിയുടെ ആ ഒരു ധൈര്യത്തിൽ നിങ്ങളുടെ ഫെയ്ത്ത് ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫെയ്ത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്വയമുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അതാണ് നിങ്ങളുടെ പവർ, അതാണ് നിങ്ങളുടെ വോണ്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ മാജിക് വോണ്ട് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ ആ ഒരു സഡൻ ബൂസ്റ്റ് ഓഫ് എനർജിയാണ്. അതായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവാം. അതേപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി മെയിൽസ്, ഇമെയിൽ ആയിരിക്കും, ലെറ്റേഴ്സ് ആയിരിക്കും, കോൾസ് ആയിരിക്കും, മെസ്സേജ്, സന്ദേശങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അത് പല വഴികളിലൂടെ മെസ്സേജസ്, വോയിസ് മെസ്സേജ് ആയിട്ടും മെയിലായിട്ടും ലെറ്റേഴ്സ് ആയിട്ട്, അങ്ങനെ രജിസ്റ്റേർഡ് ലെറ്റർ എന്തുമാവും അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു സന്ദേശം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതിന്റെ സന്ദേശവും ആവാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയതായിരിക്കാം, നിങ്ങളുടെ പുതിയ പ്രൊജക്ട്, എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, എന്തെങ്കിലും ടാക്സ് റിട്ടേൺസ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവാം ഇത് സൂചിപ്പിക്കുന്നത്. രേഖകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ രേഖ എന്ന് പറയുന്ന ഇന്നൊരു കാര്യം ഇന്നത് നിങ്ങളുടേതായി എന്നുള്ള രേഖയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 2 of Cups എനർജി ഉണ്ട്. 2 of Cups എനർജി തീർച്ചയായിട്ടും നമുക്കറിയാം മാനിഫെസ്റ്റിംഗ് ലവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റിംഗ് ലവ്, എപ്പോഴും ഇത് മാനിഫെസ്റ്റിംഗ് ലവ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ പൊതുവേ പറയുന്ന ഒരു എനർജി മാനിഫെസ്റ്റിംഗ് ലവ് ആണ്. പക്ഷെ ഇവിടുത്തെ എനർജി ലവ് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിലൊരു സംശയമില്ല. പല കേസസിലും പല സിറ്റുവേഷൻസ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, ബിസിനസ് ആവാം, മറ്റെന്തെങ്കിലും കൂടിക്കാഴ്ചകളാവാം, എനി കൈൻഡ് ഓഫ് മീറ്റിംഗ്സ് ആവാം, അല്ലെങ്കിൽ ഇൻ ഡിഫറെന്റ് കേസസ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് വരാം. ഇവിടെ എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രണയം തന്നെയാണ്, റൊമാൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലാത്തവരിലും യു ആർ മാനിഫെസ്റ്റിംഗ് ബിക്കോസ് നിങ്ങളുടെ മൈൻഡിൽ അതുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ പ്രണയമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്രീഷിയേറ്റിംഗ് ദ ലവ്. ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങൾ തമ്മിൽ ആ ഒരു നിങ്ങളുടെ പ്രണയത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദേ സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. എവ്രിബഡി ഈസ് ഗെറ്റിംഗ് ദെയർ ഫെയർ ഷെയർ എന്ന് നമ്മൾ പറയുള്ളൂ. നിങ്ങൾക്ക് അർഹതപ്പെട്ട് നിങ്ങളെ 8888 പോർട്ടൽ എനർജിയാണ്. നിങ്ങളുടെ സാറ്റേൺ എനർജി സ്ട്രോങ് ആണ് എങ്കിൽ പ്രത്യേകിച്ച്, അതായത് നിങ്ങൾ 8-ാം തീയതി ജനിച്ചു, 8, 17, 26 തീയതികളിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്, സാറ്റർഡേ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച്. എന്ന് വെച്ചിട്ട് അല്ലാത്തവർക്ക് അങ്ങനെയല്ല എന്നുള്ളതല്ല. നിങ്ങളുടെ ഫെയർ ഷെയർ എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി, ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജി പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു എനർജി ആണിത്. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ജനറലി നിങ്ങൾ ഗ്രോത്ത് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വളരെയാണ്, ജീവിതത്തിൽ ഉയരുകയാണ് എന്നുള്ളത്. റിവാർഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള റിവാർഡ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ മെയിൻ തീമിലേക്ക് വരികയാണ് കേട്ടോ. കാരണം നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 3 ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ചില്ലി എനർജി കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഈ നമുക്കറിയാം 3 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുക എന്താണ് 3 ഓഫ് സോർട്സ് എനർജി, പെയിൻ, ഹാർട്ട് ബ്രേക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ ഒരു തീം വന്നിരിക്കുന്നത് ലൈഫിൽ പലപ്പോഴും ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ജേർണൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളായിരിക്കാം. നിങ്ങൾ ജീവിതത്തിലേക്ക് ശരിയായിട്ടുള്ള പ്രണയം നിങ്ങൾക്ക് ലൈഫിലേക്ക് നല്ലതാണ്, നിങ്ങളുടെ ലൈഫിന് അത് ബെറ്റർ ആണ്, നിങ്ങൾക്ക് നല്ലതാണ് എങ്കിൽ നിങ്ങൾ ആ പ്രണയം തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതേസമയം തന്നെ ചിലപ്പോൾ അത് പ്രണയം കൂടുതലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് ഇത് കാണിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും, മനസ്സിൽ ചിന്തിച്ചിട്ടും ഉണ്ടാവും നിങ്ങൾക്ക് ഇന്നത് വേണം എന്നുള്ളത്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് അത് എത്തുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ ബാഹ്യമായിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു ഫിസിക്കൽ വേൾഡ് വെച്ച് ചിന്തിക്കുന്ന ഇന്ന ആള് ഇന്നതൊക്കെ എനിക്ക് വേണം, ഇന്ന ആളുടെ കൂടെ ഇന്ന രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം, ഇന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോയാൽ ദർ ഇസ് നോ ഹാപ്പിനെസ്, ദർ ഇസ് നോ പോസിറ്റിവിറ്റി. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും സങ്കടങ്ങളാണ്. ഒരു തരത്തിലും ഇത് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി, കരിയർ, ഫിനാൻസ്, ഫെയ്ത്ത്, ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി ഇതൊന്നും ഉണ്ടാകുന്നില്ല. മേ ബി ആ ഒരു വ്യക്തി ഒരു നർസിസ്റ്റ് ആയിരിക്കാം, മാനിപ്പുലേറ്റീവ്, ടോക്സിക്, അബ്യൂസീവ് ഒക്കെ ആയിരിക്കാം. പക്ഷെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മറികടത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ ഒരു ഹേർട്ട് ബ്രേക്ക് പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ നഷ്ടമായിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ബാഹ്യമായിട്ട് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചില്ലി എനർജി പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇത് ആദ്യം വരുന്നത്? ഭയങ്കര എരിവാണ്. എരിവ് നെഗറ്റീവ്, ഹോട്ട്, ചില്ലി, സ്പൈസി, ഹോട്ട് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു എരിവില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു എരിവാണ് അതിന്റെ മാറ്റു കൂട്ടുന്നത്. ജീവിതത്തിൽ ആ എരിവ് നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു ബ്യൂട്ടിഫുൾ എനർജി, ഈ ഒരു ബ്യൂട്ടിഫുൾ എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾ ഇനി ചീരയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3, ഈ 888 പോർട്ടലിന് ശേഷം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഇതിപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും ഇത് ബാധകമാണ്. കാരണം നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അറിഞ്ഞും അറിയാതെ. ഓക്കെ, പൈൽ നമ്പർ 3.
see pile number 3. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. 8 of Wands, Hierophant, 3 of Wands, Queen of Cups വളരെ പോസിറ്റീവ്, പീസ് ഓഫ് മൈൻഡ് ആണ്. 7 of Cups നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി. 10 of Wands, മെയിൻ തീം 2 of Wands. ഓക്കെ, സോ പൈൽ നമ്പർ 3 നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ 8 of Wands, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ആൻഡ് ഈ ഒരു എനർജി അല്ലെങ്കിൽ 8 of Wands എനർജി ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ജീവിതം മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ ചുരുക്കം പറയാം. കാരണം ഇവിടെ നിങ്ങൾ ഒത്തിരി പൊരുതിയിട്ടുള്ള, അതായത് ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷം വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സ്നേഹം, സന്തോഷം, സൗഹാർദ്ദം അല്ലെങ്കിൽ കുടുംബം, നമ്മൾ പറയില്ല കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുമ്പോൾ അങ്ങനെ വലിയ ഇമ്പമൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷെ. നിങ്ങളുടെ ഫാമിലി ലൈഫ് ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം അവിടെ പലരുടെയും ഇപ്പോൾ വലിയ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അങ്കിൾ അല്ലെങ്കിൽ അമ്മാവൻ, ചിറ്റപ്പൻ, വല്ലിച്ചൻ അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അപ്പോൾ ഒരാളായിരിക്കും എല്ലാവരുടെയും തീരുമാനങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ പാരന്റ്സിന് പോലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ താമസിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ട്രെസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷം, പാരന്റ്സ് തമ്മിൽ നല്ല സിറ്റുവേഷനിലായിരിക്കില്ല. ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിച്ചതെങ്കിൽ പോലും പാരന്റ്സ് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായി കാണില്ല. ഇനി അഥവാ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിൽ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ ചിലപ്പോൾ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ് ആയിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതൊന്നും അല്ലായെങ്കിലും അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതിയുടെ എനർജി ആയിരിക്കാം. അവരെന്ത് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു എനർജി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, ഡിലേ ആയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കില്ല. നിങ്ങളിപ്പോൾ പൊസിഷൻ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല പൊസിഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറോ ഡോക്ടറോ വേണമെങ്കിൽ ആയിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹയർ പൊസിഷനിലാവും. നിങ്ങളൊരു സർക്കാർ ജോലിയിലായിരിക്കാം. ആ ഒരു രീതിയിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വളരെ നല്ലതാണ്. നിങ്ങൾ പക്ഷെ ഒരു തരത്തിലും ഹാപ്പി അല്ല. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ എങ്കിൽ നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ഒരു ഡിലേ നിങ്ങളുടെ ലൈഫിൽ പലതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഡിലേ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാത്തിനെയും നിങ്ങൾ തച്ചുടച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. ഇപ്പോൾ ഇനി വരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. അല്ലെങ്കിൽ ഫാസ്റ്റ് എല്ലാം നിങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു ലൈഫിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പലതും ബാഹ്യമായിട്ട് നോക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫിനാൻസ്, കരിയർ ഇതെല്ലാം നല്ലതാണ്. പക്ഷെ അത് നിങ്ങൾ ചൂസ് ചെയ്തതല്ല, മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതാണ്. ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്തതിൽ നിങ്ങൾ സന്തോഷം കാണിക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. അത് നിന്ന് മാറി യു ചൂസ്, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് മാനിഫെസ്റ്റേഷൻ, ഡിലേസ് ഇല്ലാതെ മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ്. യു ആർ മാനിഫെസ്റ്റിംഗ് യുവർ സെൽഫ്, യു ആർ മാനിഫെസ്റ്റിംഗ് യുവർ സോൾ. കാരണം പലപ്പോഴും ഈ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് ചൂസ് ചെയ്യുന്ന ആള് മറ്റുള്ളവർ എന്ത് പറഞ്ഞു, ഓക്കെ അതുകൊണ്ട് ലൈഫിൽ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിട്ടില്ല. അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയല്ല ഒരു ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് തെറ്റായിപ്പോ എന്നുള്ള രീതിയിലല്ല. അവർ പറയുന്നത് കേൾക്കുന്നതോടൊപ്പം തന്നെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ഒരു ഏജ് കഴിഞ്ഞാൽ സ്വയം തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നത്, ഈ തീരുമാനം എടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. കാരണം ഇറ്റ് ജസ്റ്റ് ഷോസ് യുവർ റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ആർ ടു ഇന്റർഫിയറിങ് എന്നുള്ളത്. അത് നമ്മളുടെ ഒരു സംസ്കാരവും രീതി അനുസരിച്ചിട്ട് ഒരു 70 years 60 years ആയാലും പാരന്റ്സ് ഉണ്ട്. അവർ 8 years ആണെങ്കിൽ അവരാണ് തീരുമാനിക്കുക ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത്. ആ ഒരു രീതിയല്ല മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സോ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം പല സിറ്റുവേഷനിലും നമ്മൾ പലപ്പോഴും
നിങ്ങൾ എല്ലായിടത്തും ഒരു എക്സ്ട്രാ ആണ്, അധികപ്പെട്ടാണ്. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഫാമിലി സിറ്റുവേഷനിൽ എല്ലാവർക്കും എല്ലാം ചെയ്യാനുണ്ട്, എന്തെങ്കിലുമൊക്കെ എല്ലാവരെയും ഏൽപ്പിക്കും. പക്ഷെ നിങ്ങൾ ബാക്കിയായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതായത് നിങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണെങ്കിൽ യു വിൽ ബി ഓൺ കോൺസ്റ്റന്റ് ഡിമാൻഡ്. നിങ്ങൾ എപ്പോഴും ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യും, എവിടെ, നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര കോൺസ്റ്റന്റ് ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ യു ആർ ഇൻ ഡിമാൻഡ്. ആ ഒരു ഇതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഹൈറഫന്റ് എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി, അപ്പോൾ ഹൈറഫന്റ് എനർജി എന്ന് പറയുന്നത് സ്പിരിച്വലി കണക്റ്റഡ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹൈറഫന്റ് എനർജി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത് അത് നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറഫന്റ് എനർജി നിങ്ങൾ ആഗ്രഹിച്ചൊരു വിവാഹം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞൊരു എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊരു വിവാഹപ്രായമായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്കൊരു പ്രണയമുണ്ട്, അത് നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ വഴക്കോ പ്രശ്നങ്ങളോ പോയി ആ ഒരു രീതിയിലേക്കല്ല. ഒരാൾക്കൊരു കാര്യം ഏത് രീതി പറഞ്ഞാലാണ് അവരുടെ ചെവിയിലേക്ക് കയറുന്നത്. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, അവരത് അതിനനുസരിച്ച് ചെയ്യും. പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ പറയില്ലേ, വളഞ്ഞു മുക്കി പിടിക്കണം എന്നാലേ കാര്യം നടക്കുകയുള്ളൂ. കാരണം അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയും. ഇപ്പോൾ പഴയ കാലത്തെ ആളുകൾ പറയും, ഇപ്പോൾ ഇന്ന കാര്യം ചെയ്യരുത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ദോഷം കിട്ടും, പാപം കിട്ടും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത്. സർപ്പക്കാവ് നമ്മൾ ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ സർപ്പക്കാവ് ഉണ്ടായിരുന്ന കാലത്ത് സർപ്പങ്ങളെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം, എക്കോസിസ്റ്റം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർപ്പക്കാവ് എന്നുള്ളൊരു ഇതുണ്ടാക്കി. പക്ഷെ പാമ്പ് അതിനെ സംരക്ഷിക്കുക, അല്ലാത്ത പക്ഷം ഇന്ന ദോഷങ്ങൾ ഇന്ന രീതിയിലെന്ന് പറയുന്നത് കൊണ്ട് പലരും പലതും വൃത്തികേടാക്കാതെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ വേറെ പല പല കാര്യങ്ങളുണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സർപ്പവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പുറം ഇതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്കൊരു കാര്യം എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക, ആ ആളുടെ യുക്തിക്കനുസരിച്ചിട്ട് ആളുടെ മാനസികാവസ്ഥയ്ക്കും ബുദ്ധിപരമായിട്ട് എന്തൊക്കെ ആ വ്യക്തിക്ക് താങ്ങും ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പൊതുവെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തി, എനിക്ക് ഇങ്ങനെ വളഞ്ഞ് മൂക്കി പിടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇതിങ്ങനെ പറയൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വ്യക്തി ചിന്തിക്കുന്ന തലത്തിലേക്ക് ആ വ്യക്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ കാര്യത്തിന് പ്രത്യേകിച്ച് വഴക്കോ പ്രശ്നമോ ഒന്നുമില്ല. ആ വ്യക്തിക്ക് ആ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളത് മനസ്സിലാക്കുന്ന സിറ്റുവേഷനാണ്. അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ വലിയ ബുദ്ധിപരമായിട്ടൊന്നും മുന്നോട്ടേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. വിവരമുണ്ട്, വിവരവും വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ വിവരമില്ല, അല്ലെങ്കിൽ ഇത് രണ്ടുമുണ്ട്. ഇങ്ങനെയുള്ള പല തലത്തിലുള്ളതാവാം. അല്ലെങ്കിൽ ചില ആളുകളുടെ ചിന്താധാരകളായിരിക്കാം, പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഇതെന്തായാലും ഒരാൾക്ക് പറയുന്ന രീതിയിലും മനസ്സിലാക്കി കൊടുക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം മെച്യൂറായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് മെച്യൂർ അല്ല എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ മെച്യൂരിറ്റി ലെവലിനനുസരിച്ചിട്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങണമെന്നല്ല, ആ വ്യക്തിയോട് ആ തലത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. അതേപോലെ 3 of Wands എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ പലരും അവനവനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ. കാരണം ഈ ഒരു 3 of Wands എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്തൂസിയാസമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. അതേപോലെ തന്നെ ഈ ഒരു എനർജി 3 of Wands എനർജി എന്ന് പറഞ്ഞാൽ ലൈഫിൽ പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബന്ധങ്ങൾ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആ ഒരു തരത്തിലുള്ള മാറ്റമുണ്ട്. വിവാഹമാണ് സൂചിപ്പിക്കുന്നത് ചില ആളുകളിൽ. വിവാഹത്തോട് കൂടിയിട്ട് വിവാഹത്തോടനുബന്ധിച്ച് നിങ്ങൾ ദൂരെ യാത്ര പോവാണ്, വിദേശത്തേക്ക് പോവാണ്. ഇപ്പോൾ പുറത്തുള്ള ഒരു വ്യക്തിയെ ആണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. നിങ്ങളുടെ സ്പൗസ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ വിവാഹം ചെയ്ത് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയാം.
ഈ ഒരു സിറ്റുവേഷനിലും. അതേപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വിവാഹമാണ്, വെഡ്ഡിങ് ആഗ്രഹിക്കുക, വെഡ്ഡിങ് എൻഗേജ്മെന്റ്, ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ. അതേപോലെ ഒരു ഡൈനാമിക് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനിൽ എവിടെ എങ്ങനെ എന്ത് എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ കഴിവുകളെ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, യു ആർ മാനിഫെസ്റ്റിംഗ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ സ്പോർട്സ്, കലകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഴിവുള്ള വ്യക്തിയാണെങ്കിൽ, സ്കിൽസ് നല്ല രീതിയിൽ പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്ന പോലെ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരികയും ഇത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള രീതിയാണ്. നിങ്ങൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, അതൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയല്ല, അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ക്വീൻ ഓഫ് ഫോൺസ് എനർജിയാണ്. ഈ ഒരു ക്വീൻ ഓഫ് ഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സഹജീവികളോടുള്ള വളരെയധികം സ്നേഹം ആണ്, വളരെ സെൻസിറ്റീവ്, വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ എത്രയും കാരുണ്യവും സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആവുകയാണ് മറ്റുള്ളവർക്ക്. അതേപോലെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവുകയാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് സങ്കടം വരും, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ, ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുന്നവർ, ഈവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഭയങ്കര ആത്മവിശ്വാസമാണ്. അതേപോലെ നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവാതെ വളരെ കൺട്രോളിൽ ഇരിക്കാനായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് കപ്സ് എനർജിയാണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നേടുന്നതായിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. അതേപോലെ 7 ഓഫ് കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവസരങ്ങളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ അവസരം എന്ന് പറയുന്നത് ഒന്നും രണ്ടും അല്ല, ഒരു മേഖലയിലുമല്ല, പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ആ ഒരു സ്വപ്നം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവും എങ്കിൽ ഇതിപ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയത്തെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കില്ല, ഇത് മുമ്പും ചെയ്തിട്ടുള്ളതായിരിക്കാം. അത് ഇപ്പോഴും നിങ്ങൾ ഈ ഈറ്റിറ്റ് പോർട്ടലിന്റെ സമയത്ത് റിപ്പീറ്റും ചെയ്തിട്ടുണ്ടാവാം. ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച പലതും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കണം, നല്ലൊരു ജോലി, മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്ട്, അല്ലെങ്കിൽ വികാരങ്ങൾക്ക്, അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ്, ഫിനാൻസ്, കരിയർ, നല്ലൊരു കുടുംബജീവിതം, റിലേഷൻഷിപ്പ്, നെയ്ബേഴ്സായിട്ട് നല്ല ബന്ധം, ഫ്രണ്ട്സായിട്ട് നല്ല ബന്ധം, പലതും നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് വിഷൻസ് അതെല്ലാം സത്യമായിട്ട് തീരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടൈമാണ്, പല കാര്യങ്ങളിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഒരു കാര്യം എടുത്തു പറയാൻ, ഡോണ്ട് റഷ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയില്ല ഇങ്ങനെ ഇത് എല്ലാം കൂടി എടുത്തിട്ട് പോവാതിരിക്കുക. എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ധൃതി പിടിക്കാതിരിക്കുക, ആലോചിച്ച് പതുക്കെ നിൽക്കുക. എല്ലാം ഒരുമിച്ച് കിട്ടുമ്പോൾ ആക്രാന്തം കാണിക്കാതിരിക്കുക നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ തന്നെ 10 ഓഫ് ഫോൺസ് എനർജിയാണ്. സോ ഈ ഒരു 10 ഓഫ് ഫോൺസ് എനർജി എന്ന് പറയുന്നത് എഗെയിൻ എൻഡിങ് ഫേസ് ആണ്. ഈ ഒരു എൻഡിങ് ഫേസ് പല കാര്യങ്ങളും ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു ഓവർവെൽമിംഗ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു 7 ഓഫ് കപ്സ് എനർജി. കാരണം ഒത്തിരി എല്ലാ മാനിഫെസ്റ്റും വളരെ ഓവർവെൽംഡ് ആവും. അതാണ് എല്ലാം എടുത്തിട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പാരയാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്ത് പറയാണ് നമ്മളിത്. ഈ ഒരു കാർഡിൽ ഇതാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ ഓവർവെൽംഡ് ആയി, യു ഹാവ് ടു മച്ച്, ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങളത് തെരഞ്ഞെടുപ്പ് ചോയ്സ് വളരെ പ്രാധാന്യമാണ്. ഇവിടെ ചോയ്സ് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂസ് ചെയ്യുക എന്നുള്ളത്. സ്വയം ചൂസ് ചെയ്യാൻ പോകുന്ന ആദ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്ത മറ്റാരെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉറപ്പില്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടുക. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒന്നും എടുക്കേണ്ട. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടിയെന്ന് വെച്ചാൽ എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പിന്നെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക. അപ്പോൾ തൽക്കാലം ബാക്കിയുള്ളത് എടുത്തിട്ട്
അതെങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് പിന്നെ തിരഞ്ഞെടുക്കുക. എല്ലാം തിരഞ്ഞെടുക്കരുത്. സീ ദ ബിഗർ പിക്ചർ. ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കി നോ പറയേണ്ടടുത്ത് നോ പറയാൻ, എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പണിയാവും എന്നുള്ളത് പറയുന്നു. അതുകൂടി നിങ്ങളോട് പറയാണ്. പിന്നെ 2 of Wands എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 2 of Wands അഗെയിൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ. ഇത് നിങ്ങളുടെ സിമ്പിളായിട്ട് തീമാണ്. നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് ചേർന്ന് ടീം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. വർക്ക് പ്ലേസിൽ പുതിയ പ്രൊജക്ട്സ് കിട്ടുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു റൊമാൻസും റിലേഷൻഷിപ്പും കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രണയമാവാം, വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവര് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൊളീഗിനെയോ നിങ്ങളുടെ ബോസിനെയോ ആയിട്ട് നിങ്ങൾക്ക് പ്രേമം ഉണ്ടെങ്കിൽ, ഒരു ക്രഷ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അതാവാം. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയവും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.